കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. ഇന്ന് പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്, അതായത് പെസഹ വ്യാഴം. നമ്മുടെ ജീവിതത്തിൽ പെസഹ വ്യാഴത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ സകലതും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും സമാധാനത്തിലേക്കും സ്വയം മുറിയപ്പെട്ടുകൊണ്ടും നമ്മളെ നിത്യജീവിതത്തിൽ നയിക്കുന്ന ശക്തിയാണ്, അല്ലെങ്കിൽ നീതി സൂര്യനാണ്, നീതി കാരുണ്യമാണ് വിശുദ്ധ കുർബാന. അതായത് 1000, 10,000, 1 കോടി സൂര്യൻ ഉദിച്ചാലും അതിനേക്കാൾ അധികമായി പ്രഭയോടുകൂടി പ്രശാന്തതയോടുകൂടി മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ട് നമ്മളെ പ്രത്യാശയിലേക്ക് സമാധാനത്തിൽ നയിക്കുന്ന ദിവ്യശക്തിയാണ് ദിവ്യകാരുണ്യം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതത്തിലും ലോകത്തിലും രാജ്യത്തിലും തന്നെ ഇപ്പോൾ സമാധാനം പെരുകുകയാണ്. അതോടൊപ്പം ആത്മഹത്യകൾ നടക്കുന്നു, കുടുംബസമാധാനം തകർക്കപ്പെടുന്നു, അനേകം പേര് നാശത്തിലേക്ക് പോകുന്നു. പ്രധാനമായും പറയുമ്പോൾ നമ്മൾ സകലതും നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി ആത്മഹത്യയിലേക്ക് കടന്നു പോകുമ്പോൾ, സാമ്പത്തിക നഷ്ടത്തിലൂടെ, സാമ്പത്തിക തകർച്ചയിലൂടെ, അവസാനം പരാജയത്തിലൂടെ ആത്മഹത്യയിലേക്ക് കടന്നു പോകുമ്പോൾ ആരുടെയിൽ നിന്നും സ്നേഹം ലഭിക്കുന്നില്ല, ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസമാധാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ, എല്ലാവരും എന്നെ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഗണയില്ലാത്ത അവസ്ഥയിലൂടെ അസമാധാനത്തിലേക്കും അവസാനം തകർച്ചയിലേക്കും മരണത്തിലേക്കും കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഒരൊറ്റൊരാളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, അവൻ മുറിയപ്പെട്ടുകൊണ്ട് മുറിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ആ അവസ്ഥയിൽ നിന്നും വേറെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക്, ശാന്തിയുടെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പ്രത്യാശയുടെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് 100% ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു മൺകുടത്തിൽ അശാന്തിയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, അസമാധാനത്തിൻ്റെ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കടന്നുപോയി അവസാനം ആത്മഹത്യയിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. ഈ അവസരത്തിൽ അവൻ്റെ ആ മൺകുടത്തിലേക്ക് ഒരു ദൈവവചനമായി വിത്ത് വിതച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോ മുറിയപ്പെട്ടും മുറിച്ചു കൊടുത്തും ജീവിക്കുമ്പോൾ അവൻ ആത്മഹത്യയിൽ നിന്നും ആത്മഹത്യ ചൈതന്യം മാറി അവൻ പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാനുള്ള ശക്തി നൽകുവാൻ ഒരൊറ്റ ശക്തിക്ക് കഴിവുള്ളൂ, അത് ദിവ്യകാരുണ്യ ഈശോയാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ മറ്റൊരു പ്രത്യേകത, നാനാജാതി മതസ്ഥർ, കത്തോലിക്കരെന്നോ ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തമായ നാനാജാതി മതസ്ഥരെയും പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയുള്ളൂ, ആ ദിവ്യകാരുണ്യ ഈശോയാണ്. ദിവ്യകാരുണ്യ ഈശോ എന്ന് പറയുമ്പോൾ സകല കാരുണ്യവും നിറഞ്ഞതാണ്. നമുക്ക് അർഹിക്കപ്പെടാത്ത കരുണയുടെ നിലവറയാണ്, കരുണയുടെ നീതിസൂര്യനാണ് ദിവ്യകാരുണ്യ ഈശോ. ഈ അവസരത്തിൽ ഇത്രത്തോളം അന്ധചിത്രങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ തങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരെയും പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ഈ പെസഹ വ്യാഴം എല്ലാവരെയും ഇടയാകട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദിവ്യകാരുണ്യ വർഷത്തിൽ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ദിവസത്തിൽ, ഈ പൗരോഹിത്യ ദിവസത്തിൽ, വിസ്തൃവാന സ്ഥാപിത ദിവസത്തിൽ സർവശക്തനായ യേശു, ദിവ്യകാരുണ്യ യേശു, അതായത് ഓരോ വ്യക്തിയും തങ്ങളുടെ രക്തത്തിലേക്ക് ശരീരവും രക്തവുമായി കടന്നു വന്ന ദിവ്യകാരുണ്യ യേശു, ഓരോ രക്തത്തിലെയും ഒഴുകി നടക്കുന്ന ദിവ്യകാരുണ്യ ഈശോയും യേശുവിൻ്റെ ശരീരവും രക്തവും, ആ രക്തം നമ്മളെ ആകർഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സക്രാരിയിലേക്ക് ഹൃദയം തുറന്നിരിക്കുന്ന ആ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സർവ്വരെ ആകർഷിക്കട്ടെ. സമാധാന ശാന്തിയെ നിലനിർത്തട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണത ഉള്ളവർ അവർ തിരിച്ചു വരട്ടെ, സാമ്പത്തികമായി തകരുന്നവർ തകർച്ചയിൽ നിന്നും ദിവ്യകാരുണ്യത്തിലേക്ക് കടന്നുവന്ന് സമാധാനവും ശാന്തിയും പ്രത്യാശ ലഭിക്കുവാൻ
ഈ പെസഹ വ്യാഴം എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും 1000 നന്മ നേർന്നുകൊള്ളുന്നു.